വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ ഹണികോംബ് ടെക്സ്റ്റ് ബുക്കിലെ ദി ഇൻവെൻഷൻ ഓഫ് വിറ്റ വങ്ക് എന്ന പാഠമാണ്. ഇത് എഴുതിയത് റോൾഡ് ദഹൽ എന്ന ബ്രിട്ടീഷ് സാഹിത്യകാരനാണ്. ഇദ്ദേഹത്തിൻ്റെ ചാർലി ആൻഡ് ദ ഗ്രേറ്റ് ഗ്ലാസ് എലിവേറ്റർ എന്ന നോവലിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഈ പാഠഭാഗം. ഇതൊരു ഇമാജിനറി സ്റ്റോറിയാണ്. നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം. The invention of Vitta Vunk. Mr. Willy Wonka begins by inventing Wonka White. അദ്ദേഹം തൻ്റെ കണ്ടുപിടുത്തങ്ങൾക്ക് തുടങ്ങിയത് വങ്ക വൈറ്റ് കണ്ടുപിടിച്ചുകൊണ്ടാണ്. വിച്ച് മേക്സ് പീപ്പിൾ യങ്ങർ. അത് ആൾക്കാരെ യങ്ങറാക്കി മാറ്റുന്ന വങ്ക വൈറ്റ് എന്ന് പറയുന്ന മരുന്ന് ആ മെഡിസിൻ മനുഷ്യരെ യങ്ങറാക്കി മാറ്റാനുള്ളതാണ്. ബട്ട് വങ്ക വൈറ്റ് ഈസ് ടു സ്ട്രോങ്. പക്ഷേ ഈ വങ്ക വൈറ്റ് വളരെയേറെ സ്ട്രോങ് ആയിപ്പോയി. അത് വീര്യം കൂടിയതായിപ്പോയി. സോ സം പീപ്പിൾ ഡിസപ്പിയർ. അതുകൊണ്ട് എന്താ പറ്റിയത്? ചെറിയ ആൾക്കാരൊക്കെ ഇത് കഴിച്ചപ്പോൾ അങ്ങ് ഡിസപ്പിയർ ചെയ്തു പോയി. ബിക്കോസ് ദ റേജ് ബിക്കംസ് മൈനസ്. കാരണം അവരുടെ പ്രായം മൈനസിലേക്ക് കടന്നു പോയത് കൊണ്ടാണ്. ബിക്കോസ് ദ റേജ് ബിക്കംസ് മൈനസ്. വൺ പേഴ്സൺ ആക്ച്വലി ബിക്കംസ് -87. ഒരു മനുഷ്യനാണെങ്കിൽ ഒരാൾ ആക്ച്വലി ബിക്കംസ് -87. അദ്ദേഹത്തിന് -87 എന്ന പ്രായത്തിലേക്ക് കടന്നുപോയി. വിച്ച് മീൻസ് he has got to wait 87 years before he can come back. അദ്ദേഹത്തിന് ഭൂമിയിലേക്ക് ഇനിയും വരണമെങ്കിൽ 87 വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും. മിസ്റ്റർ വില്ലി വങ്ക മസ്റ്റ് ഇൻവെൻറ്റ് എ ന്യൂ തിങ്. ഇപ്പോൾ ഇനി എന്ത് ചെയ്യണം? വില്ലി വങ്ക ഒരു പുതിയ മരുന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹം ഒരു പുതിയ മരുന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. വില്ലി വങ്ക സെഡ്. വങ്ക പറഞ്ഞു, സോ വൺസ് അഗെയിൻ ഐ റോൾഡ് അപ്പ് മൈ സ്ലീവ്സ്. ഒരിക്കൽ കൂടി താൻ തൻ്റെ കൈകളൊക്കെ ഒന്ന് സ്ലീവ്സൊക്കെ ചുരുട്ടി വെച്ചു. ആൻഡ് സെറ്റ് ടു വർക്ക്. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ കൂടി തൻ്റെ പ്രവർത്തനത്തിന് തയ്യാറായി, പ്രവർത്തന സജ്ജമായി. വൺസ് അഗെയിൻ ഐ സ്ക്വീസ്ഡ് മൈ ബ്രെയിൻ. ഒരിക്കൽ കൂടി താൻ തൻ്റെ തലച്ചോറിനെ നന്നായി ഉപയോഗിക്കാൻ തുടങ്ങി. സ്ക്വീസ്ഡ് മൈ ബ്രെയിൻ മീൻസ് തലച്ചോറിനെ നന്നായി ഉപയോഗിക്കാൻ തുടങ്ങി. സെർച്ചിങ് ഫോർ ന്യൂ റെസിപ്പി. പുതിയ ഔഷധക്കൂട്ട് സെർച്ച് ചെയ്തു. പുതിയ ഔഷധ യോഗം അദ്ദേഹം സെർച്ച് ചെയ്തു. ആൻഡ് ഹാഡ് ടു ക്രിയേറ്റ് ഏജ്. എനിക്കാണെങ്കിൽ പ്രായം ഉണ്ടാക്കിയെടുക്കണം. ഐ ഹാഡ് ടു ക്രിയേറ്റ് ഏജ് ടു മേക്ക് പീപ്പിൾ ഓൾഡസ്റ്റ്. ആൾക്കാരെ കൂടുതൽ പ്രായമുള്ളവരാക്കി മാറ്റാനുള്ള മരുന്നാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നത്. ഐ ക്രൈഡ്. അദ്ദേഹം പറഞ്ഞു. എന്ന് അദ്ദേഹം ക്രൈ ചെയ്തു. അദ്ദേഹം നിലവിളിച്ചു. ഫോർ നൗ ദ ഐഡിയാസ് വർ ബിഗിനിങ് ടു കം. കാരണം തൻ്റെ ഉള്ളിൽ നിന്നും ആശയങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് വരികയാണ്. ഐ ക്രൈഡ്. ഫോർ നൗ ദ ഐഡിയാസ് വർ ബിഗിനിങ് ടു കം. തൻ്റെ ആശയങ്ങളൊക്കെ ഇതാ പുറത്തേക്ക് വരുന്നു. വാട്ട് ഈസ് ദ ഓൾഡസ്റ്റ് ലിവിങ് തിങ് ഇൻ ദ വേൾഡ്. എന്താണ് ലോകത്തിലേക്ക് ഏറ്റവും പ്രായമുള്ള വസ്തുവ്? ഏറ്റവും പ്രായമേറിയ ജീവനുള്ള വസ്തു ഏതാണ്? വാട്ട് ലീവ്സ് ലോങ്ങർ ദാൻ എനിത്തിങ് എൽസ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്നത് എന്താണ്? ഈ ട്രീ. ചാർലി പറഞ്ഞു, അതൊരു മരമാണ്. റൈറ്റ് യു ആർ ചാർലി. നീ പറഞ്ഞത് ശരിയാണ് ചാർലി. ബട്ട് വാട്ട് കൈൻഡ് ഓഫ് എ ട്രീ. പക്ഷേ ഏത് തരത്തിലുള്ള മരമാണ്? നോട്ട് ദ ഡൊഗ്ലാസ് ഫർ, നോട്ട് ദി ഓക്ക്, നോട്ട് ദ സെഡാർ. ഇവിടെ ഇത് ഡൊഗ്ലാസ് ഫറുമല്ല. എന്താണ് ഡൊഗ്ലാസ് ഫർ എന്ന് പറഞ്ഞാൽ? ഇതൊരു നിത്യഹരിത മരമാണ്. അതായത് ഇല പൊഴിയാത്ത മരമാണ്. കൂടുതലും കാണപ്പെടുന്ന വടക്കേ അമേരിക്കയിലാണ്. ഇപ്പം ഡൊഗ്ലാസ് ഫർ അല്ല ഇത്. ആൻഡ് നോട്ട് ദ ഓക്ക് എന്ത് മരമാണ്? ഓക്ക് ലോകത്തിൽ എല്ലായിടത്തും കാണുന്ന ഒരു മരമാണ് ഓക്ക്. ഇതിൻ്റെ ഒരു ഭാഗമാണ് ചീനാർ മരങ്ങൾ എന്ന് പറയുന്ന കാശ്മീരിൽ കാണുന്ന മരങ്ങൾ. നോട്ട് ദ സെഡാർ. സെഡാർ എന്ന് പറയുന്ന ഒരു മരമാണ്. സെഡാർ എന്താണ്? സെഡാർ ഈസ് ആൻ എവർഗ്രീൻ ട്രീ. നിത്യഹരിത മരമാണ്. റെഡ് സ്വീറ്റ് സ്മെല്ലിംഗ് വുഡ് ഉണ്ട്. അതിന് നല്ല വാസനയുള്ള സുഗന്ധമുള്ള തടിയാണ് അതിന്. ഫോർ മേക്കിംഗ് ബോക്സസ്, പെൻസിൽസൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു മരമാണ് ഈ പറയുന്ന സെഡാർ ട്രീ. അപ്പോൾ ഈ പറയുന്ന സെഡാറുമല്ല. നോ മൈ ബോയ്, അതൊന്നുമല്ല കുട്ടി. ഇറ്റ് ഈസ് എ ട്രീ കോൾഡ് ദ ബ്രിസ്റ്റിൽ കോൺ പൈൻ ദറ്റ് ഗ്രൂസ് അപ്പോൺ ദ സ്ലോപ്സ് ഓഫ് വീലർ പീക്ക് ഇൻ നവാദ. ഇറ്റ് ഈസ് എ ട്രീ. അതൊരു മരമാണ്. കോൾഡ് ദ ബ്രിസ്റ്റിൽ കോൺ പൈൻ. ബ്രിസ്റ്റിൽ കോൺ പൈൻ എന്നാണ് അതിൻ്റെ പേര്, ആ മരത്തിൻ്റെ പേര്. ദ ഗ്രോസ് അപ്പോൺ ദ സ്ലോപ്സ് ഓഫ് വീലർ പീക്ക് ഇൻ നവാദ. അത് വളരുന്നത് എവിടെയാണ്? വളരുന്നത് ഇറ്റ് ഗ്രോസ് അപ്പോൺ ദ സ്ലോപ്സ് ഓഫ് വീലർ പീക്ക്. വീലർ കൊടുമുടിയുടെ താഴ്വാരങ്ങളിലും ചെരുവുകളിലുമാണ് വളരുന്നത്. ഇറ്റ് ഗ്രോസ് ഓൺ ദി സ്ലോപ്സ് ഓഫ് വീലർ പീക്ക്. വീലർ പീക്കിൻ്റെ ചെരുവുകളിൽ വളരുന്നതാണ്. എവിടെയാണ് വീലർ പീക്ക്? വീലർ കൊടുമുടി കാണുന്ന നെവാദ യു എസ് എയിലെ നെവാദയിലാണ് ഈ പറയുന്ന
വീലർ കൊടിമുടി കാണുന്നത്. അതിൻ്റെ ചെരുവുകളിലാണ് ബ്രിസ്റ്റൽ കോൺ പൈൻ വളരുന്നത്. യു ക്യാൻ ഫൈൻഡ് ബ്രിസ്റ്റൽ കോൺ പൈൻ ഓൺ വീലർ പീക്ക് ടുഡേ. ഇപ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അതിൻ്റെ ബ്രിസ്റ്റൽ കോൺ പൈൻ കാണും. എവിടെ ചെന്നാലാണ്? വീലർ പീക്കിൽ ചെന്നാൽ. വീലർ പീക്ക് ടുഡേ വി ക്യാൻ സീ ഇറ്റ്. ദാറ്റ് ഈസ് ഓവർ 4000 years old. ഇതിന് 4000 വർഷത്തിലധികം പഴക്കമുണ്ട്. ഓവർ 4000 വർഷം, 4000-ലധികം വർഷം പഴക്കമുള്ള ബ്രിസ്റ്റൽ കോൺ പൈനെ നമുക്ക് ഈ പറയുന്ന വീലർ പീക്ക് എന്ന് പറയുന്ന കൊടുമുടി ചെന്നാൽ കാണാൻ പറ്റും. ദിസ് ഈസ് ഫാക്റ്റ്. ഇത് വസ്തുതയാണ് ചാർലി. ദിസ് ഈസ് ഫാക്റ്റ് ചാർലി. ഇത് വസ്തുതയാണ്. ആസ്ക് എനി ഡെൻഡ്രോക്രോണോളജിസ്റ്റ്. ഏതെങ്കിലും ഒരു ഡെൻഡ്രോക്രോണോളജിസ്റ്റിനോട് ചോദിച്ചു നോക്കൂ. യു ലൈക്ക്, നിനക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഡെൻഡ്രോക്രോണോളജിസ്റ്റിനോട് ചോദിച്ചു നോക്കൂ. എന്താണ് ഈ ക്രോണോളജി എന്ന് പറഞ്ഞാൽ? ഡെൻഡ്രോക്രോണോളജി മീൻസ് സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് കൗണ്ടിങ് ദ റിങ്സ് ഓഫ് ദ ട്രീ ആൻഡ് ഫൈൻഡിങ് ദി ഏജ് ഓഫ് ദ ട്രീ. മരത്തിൻ്റെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന സയൻറ്റിഫിക് മെത്തേഡാണ് ഡെൻഡ്രോക്രോണോളജി എന്ന് പറഞ്ഞത്. സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് ഡേറ്റിംഗ് ട്രീ, മരത്തിൻ്റെ പ്രായം കണ്ടുപിടിക്കാനുള്ള സയൻറ്റിഫിക് മെത്തേഡാണ് ഡെൻഡ്രോക്രോണോളജി എന്ന് പറഞ്ഞാൽ. ആൻഡ് ലുക്ക് അറ്റ് ദാറ്റ് വേർഡ് ഇൻ ഡിക്ഷണറി വെൻ യു ഗെറ്റ് ഹോം. നീ വീട്ടിൽ ചെല്ലുമ്പോഴേ ആ ഡിക്ഷണറി എന്നിട്ട് നോക്കിയേ. വിൽ യു പ്ലീസ്? ഇല്ലേ, ശരിയല്ലേ, നീ ഒന്ന് നോക്കിയില്ലേ? അപ്പോൾ അത് കേട്ടപ്പോഴോ സോ ദാറ്റ് സ്റ്റാർട്ടഡ് മീ ഓഫ് അത് എന്നെ പെട്ടെന്ന് ചിരിപ്പിച്ച് കളഞ്ഞു ആ വാക്ക്. അത് കേട്ടപ്പോൾ ഞാനങ്ങ് ചിരിച്ചുപോയി. ഐ ജംപ്ഡ് ഇൻ ടു ദ ഗ്രേറ്റ് ഗ്ലാസ് എലിവേറ്റർ. ഞാൻ പെട്ടെന്ന് ഒരു ഗ്രേറ്റ് ഗ്ലാസ് എലിവേറ്റർ ചാടിക്കയറി. ആൻഡ് റഷ്ഡ് ഓൾ ഓവർ ദ വേൾഡ്. ലോകത്തെല്ലായിടത്തും ഓടി നടന്നു. ഐ ജംപ്ഡ് ഇൻ ടു ദ ഗ്ലാസ് എലിവേറ്റർ. ഗ്രേറ്റ് ഗ്ലാസ് എലിവേറ്റർ അതൊരു ഇമാജിനറി അല്ലെ ഇമാജിനേറ്റീവ് എലിവേറ്ററാണ്. അങ്ങനെ സംഭവമേ ഇല്ല. പക്ഷേ ഇത് ഇമാജിനേറ്റീവാണ്. എലിവേറ്ററിൽ കയറി കഴിഞ്ഞാൽ എവിടെ വേണേലും പോകാമെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ കയറി അദ്ദേഹം അങ്ങ് പോയി. എവിടെയൊക്കെ പോയി? റഷ്ഡ് ഓൾ ഓവർ ദ വേൾഡ്. ലോകം മുഴുവൻ പോയി. കളക്ടിങ് സ്പെഷ്യൽ ഐറ്റംസ് ഫ്രം ഓൾഡസ്റ്റ് ലിവിങ് തിങ്സ്. ഏറ്റവും ഓൾഡസ്റ്റ് ലിവിങ് തിങ്സിൽ നിന്ന് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ കളക്ട് ചെയ്താണ് അദ്ദേഹം പോയത്. എന്തൊക്കെയാണ് കളക്ട് ചെയ്ത് നോക്കാം. എ പൈൻറ്റ് ഓഫ് സാപ്പ് ഫ്രം 4000 year old ബ്രിസ്റ്റൽ കോൺ പൈൻ. ഒരു പൈൻറ്റ് കറ എടുത്തു, ഒരു പൈൻറ്റ് സാപ്പ് എടുത്തു. ഏതിൻ്റെയാണ്? 4000 വർഷമുള്ള ബ്രിസ്റ്റൽ കോൺ പൈൻറ്റ് ഒരു പൈൻറ്റ് സാപ്പ് എടുത്തു. എന്താണ് പൈൻറ്റ്? ഒരു പൈൻ്റ് എന്ന് പറഞ്ഞാൽ 568 ml. അതൊരളവാണ്. 568 ml ഒരു പൈൻറ്റ്. അപ്പോൾ അങ്ങനെ 568 ml സാപ്പ് ഒരു ബ്രിസ്റ്റൽ കോൺ പൈനിൽ നിന്ന് ഊറ്റിയെടുത്തു, കറി ഊറ്റിയെടുത്തു. ദ ടോനെയിൽ ക്ലിപ്പിംഗ് ഫ്രം 168 year old റഷ്യൻ ഫാർമർ. ടോനെയിൽ, കാലിലെ വിരലിൻ്റെ നഖങ്ങൾ എടുത്തു. ടോനെയിൽ ക്ലിപ്പിംഗ്സ് ഫ്രം ദി 168 old റഷ്യൻ ഫാർമർ. 168 വയസ്സ് പ്രായമുള്ള റഷ്യൻ ഫാർമറായിരിക്കുന്ന പെട്രോവിച്ച് ഗ്രിഗോറോവിച്ചിൻ്റെ കാൽനഖങ്ങൾ ക്ലിപ്പ് ചെയ്തിട്ടു. ആ നെക്ക് ലെയ്ഡ് ബൈ 200 years old ടോട്ടോയ്സ് ബിലോങ്ങിങ് ടു ദ കിങ് ഓഫ് ടോങ്ക. കിങ് ഓഫ് ടോങ്ക. ടോങ്ക എന്ന് പറയുന്നത് പോളിനേഷ്യൻ രാജ്യമാണ്. ഒരു പോളിനേഷ്യൻ രാജ്യമാണ് നിയർ ഫിജി ആൻഡ് ന്യൂസിലാൻഡ്. ന്യൂസിലാൻഡിൻ്റെയും ഫിജിയുടെയൊക്കെ അടുത്തുള്ള ഒരു പോളിനേഷ്യൻ രാജ്യമാണ് ടോങ്ക. ആൻഡ് ടോങ്കയിലെ രാജാവിൻ്റെ വകയായിരിക്കുന്ന ഒരു ടോട്ടോയ്സ് ഉണ്ട്. ആ ടോട്ടോയ്സിൻ്റെ പ്രത്യേകത എന്താ? 200 years old. അതിൻ്റെ മുട്ട കിട്ടി, അതെടുത്തു. ആൻ എഗ് ലെയ്ഡ് ബൈ 200 years old ടോട്ടോയ്സ് ബിലോങ്ങിങ് ടു ദ കിങ് ഓഫ് ടോങ്ക. ദ ടെയിൽ ഓഫ് 51 year old ഹോഴ്സ് ഇൻ അറേബ്യ. അറേബ്യൻ കുതിരകളാണല്ലോ, അറബിക് കുതിരകളാണ് ഏറ്റവും പ്രസിദ്ധം. നല്ല കരുത്തുറ്റ അറബി കുതിരകൾ. അപ്പോൾ ഇവിടെയാണെങ്കിൽ 51 വയസ്സുള്ള അറബി കുതിരയാണ്. അതിൻ്റെ ഒരു വാൽരോമം, അതിൻ്റെ ടെയിലെടുത്തു. ദ ടെയിൽ ഓഫ് 51 year old ഹോഴ്സ് ഇൻ അറേബ്യ. അറബി കുതിരയുടെ വാലെടുത്തു. ദ വിസ്കേഴ്സ് ഓഫ് 36 year old ക്യാറ്റ് കോൾഡ് ക്രംബറ്റ്സ്. ദ വിസ്കേഴ്സ് ഓഫ് 36 year old ക്യാറ്റ്, 36 വയസ്സുള്ള ഒരു ക്യാറ്റ്, ഓൾഡ് ക്യാറ്റിൻ്റെ മീശരോമം എടുത്തു. കോൾഡ് ക്രംബറ്റ് എന്ന് പറയുന്ന ആ പൂച്ചയുടെ 36 വയസ്സുള്ള ആ പൂച്ചയുടെ മീശരോമം എടുത്തു. അൻ ഓൾഡ് ഫ്ലിയ വിച്ച് ഹാഡ് ലീവ്ഡ് ഇൻ ക്രംബറ്റ്സ് ഫോർ 36 years. 36 വർഷം ജീവിച്ചിരുന്ന ഒരു ചെള്ളുണ്ട്. ചെള്ളെന്ന് പറഞ്ഞാൽ സാധാരണ ജന്തുക്കളുടെയൊക്കെ മേത്ത് ഉണ്ടാകുന്ന ഒരു ജീവിയാണ്, ഒരു പരാതമാണ്. അപ്പോൾ അങ്ങനെ ഒരു ചെള്ളിനെ എടുത്തു. എത്ര വർഷം പിറക്കുള്ള? ക്രംബറ്റ്സ് ഫോർ ലീവ്ഡ് ഓൺ ക്രംബറ്റ്സ് ഫോർ 36 years. 36 വർഷം ക്രംബറ്റ്സ് ജീവിക്കുന്ന അത് എടുത്തു. അത് ക്രംബറ്റ്സ് എ ടൈപ്പ് ഓഫ് ബ്രെഡാണ്. അതിനെടുത്തു. ദ ടെയിൽ ഓഫ് 207 year old ജയൻറ്റ് റാറ്റ് ഫ്രം ടിബറ്റ്. ടിബറ്റിലെ ഒരു ജയൻറ്റ് റാറ്റുണ്ട്. ആ ജയൻറ്റ് റാറ്റിൻ്റെ ഒരു രാഷ്ട്രീയ വലിപ്പമുള്ള ഒരു എലി, അതിൻ്റെ 207 വയസ്സുണ്ട്. അതിൻ്റെ ടെയിലെടുത്തു.
അടുത്തായിട്ട് എടുക്കുന്നത് ബ്ലാക്ക് ടീത്ത് ഓഫ് എ 97-year-old ഗ്രിമാൽക്കിൻ. 97 വയസ്സ് പ്രായമുള്ള ഒരു ഗ്രിമാൽക്കിൻ എ ഗ്രേ ക്യാറ്റ്, അതിൻ്റെ പല്ലെടുത്തു, ഒരു ബ്ലാക്ക് ടീത്ത്. ഇൻ എ കേവ് ഓഫ് മൗണ്ടൻ പോപ്പോക്കാറ്റപെറ്റിൽ എന്ന് പറയുന്ന ഒരു വൾക്കാനുണ്ട് മെക്സിക്കോയിൽ. ആ മെക്സിക്കോയിൽ ജീവിച്ചിരുന്ന ഒരു കേവിൽ ജീവിച്ചിരുന്ന ഈ പൂച്ചയുടെ കറുത്ത പല്ലാണെടുത്തത്. ഏത് പൂച്ചയാണ്? ബ്ലാക്ക് ടീത്ത് ഓഫ് എ 97-year-old ഗ്രിമാൽക്കിൻ. നക്കിൾ ബോൺസ് ഓഫ് എ 700-year-old കാറ്റാലു ഫ്രം പെറു. 700 വർഷം പ്രായമുള്ള കാറ്റാലുവിൻ്റെ നക്കിൾ ബോൺസ്. 700-year-old ആണ്, 700 വർഷം പ്രായമുള്ളതാണ്. കാറ്റാലുവാണ്. കാറ്റാലു എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ കാണപ്പെടുന്ന ബഫ്ലോയും അവിടുത്തെ പശുവിനെയും തമ്മിൽ ചേർത്ത് ഉണ്ടാകുന്ന ഒരു സങ്കരവർഗമാണ് കാറ്റാലു. ഇറ്റ്സ് എ ക്യാറ്റിൽ. ഓൾ ഓവർ ദ വേൾഡ് ചാർലി മിസ്റ്റർ വങ്ക തുടർന്ന് പറഞ്ഞു, ലോകത്തിലെല്ലായിടത്തും ചാർലി ഐ ട്രാക്ഡ് ഓൺ വെരി ഓൾഡ് ആൻഡ് ഏൻഷ്യൻ്റ് ആനിമൽസ്. ഐ ഫൗണ്ട് ട്രാക്ഡ് ഓൺ മീൻസ് ഫൗണ്ട്, വെരി ഓൾഡ് വളരെ പ്രായാധിക്യമുള്ളവയും, ഏൻഷ്യൻ്റ് ആനിമൽസ് വളരെ പൗരാണികതയുള്ള മൃഗങ്ങളെ ഞാൻ കണ്ടെത്തി. ആൻഡ് ടുക്ക് ആൻ ഇമ്പോർട്ടൻറ്റ് ലിറ്റിൽ ബിറ്റ് ഓഫ് സംതിങ് ഫ്രം ഈച്ച് ഓഫ് ദം. അവയിൽ നിന്ന് അല്പമെങ്കിലും പ്രാധാന്യമുള്ള എന്തെങ്കിലുമൊക്കെ അങ്ങ് എടുത്തു. എ ഹെയർ, ഒരു മുടിയാകാം, ഓർ എൻ ഐബ്രോ, ഒരു പുരികമാകാം, ഓർ സംടൈംസ് ഇറ്റ് വാസ് നോ മോർ ദാൻ ഔൺസ് ഓർ 2. ചിലപ്പോൾ അത് 1-2 ഔൺസിൽ അതിൽ കവിയാതെയുള്ള ജാം സ്ക്രാപ്ഡ് ഫ്രം ബിറ്റ്വീൻ ഹിസ് ടൂസ്, കാൽവിരലുകൾക്കിടയിൽ നിന്നും ചീകിയെടുക്കുന്ന വസ്തുവാകാം. വൈൽ ഇറ്റ് വാസ് സ്ലീപ്പിംഗ്, എപ്പോഴാണ് പറ്റുന്നത്? അത് ഉറങ്ങുന്ന സമയത്ത്. ഐ ട്രാക്ഡ് ഓൺ ദ വിസിൽ പിഗ്, ഞാൻ വിസിൽ പിഗിനെ കണ്ടു. വിസിൽ പിഗ് എന്ന് പറയുന്നത് ഒരു ബിഗ് റൊഡൻ്റാണ്, വലിയ റൊഡൻ്റാണ് വിസിൽ പിഗ്. ദ ബോബോലിങ്ക് മീൻസ് ചെറിയ ബ്ലാക്ക് ബേർഡാണ്. ദ സ്ക്രോക്ക് എന്ന് പറയുന്നത് എ കൈൻഡ് ഓഫ് ഫ്രൈഡ് ഫുഡാണ്, ഒരുതരം ഫ്രൈഡ് ഫുഡാണ് സ്ക്രോക്ക്. ദ പോളി ഫ്രോഗ് എന്ന് പറയുന്നത് വാൽമാക്രയാണ്. ജയൻ്റ് കർലിക്യൂ മീൻസ് ജയൻ്റ് സ്പൈറൽ സംതിങ്, or it is a coil, fancifully curved spiral. The stinging slug, ആട്ടുപുഴുവാണ്. എന്താണ് ആട്ടുപുഴു എന്ന് പറയുന്നത്? കാറ്റർപില്ലർ, തൊട്ടാൽ ചൊറിയുന്ന ഒരു കാറ്റർപില്ലർ. ആൻഡ് ദ വെനമസ് സ്ക്വാർട്ടിൽ, ദ സ്പിറ്റിംഗ് കോബ്രയാണ് വെനമസ് സ്ക്വാർട്ടിൽ ഉദ്ദേശിക്കുന്നത്. ഹു ക്യാൻ സ്പിറ്റ് പോയിസൺ റൈറ്റ് ഇൻ യുവർ ഐസ് ഫ്രം 50 yards away, 50 yard അകലെ എന്ന് പോലും നമ്മുടെ കണ്ണുകളിലേക്ക് വിഷം ചീറ്റിക്കാൻ കഴിവുള്ള മൂർഖനെയാണ് സ്പിറ്റിംഗ് കോബ്ര എന്ന് പറയുന്നത്. ബട്ട് ദർ ഈസ് നോ ടൈം ടു ടെൽ യു അബൌട്ട് ഓൾ ഓഫ് ദം നൗ. പക്ഷേ എല്ലാത്തിനെ പറ്റിയും ഇപ്പം നിന്നോട് പറയാൻ എനിക്ക് സമയമില്ല ചാർലി. ലെറ്റ് മീ ജസ്റ്റ് സേ ക്വിക്ക്ലി, ഞാൻ വേഗത്തിലൊന്ന് പറയട്ടെ. ദാറ്റ് ഇൻ ദ എൻഡ്, അവസാനം, ആഫ്റ്റർ ലോഡ്സ് ഓഫ് ബോയിലിംഗ് ആൻഡ് ബബ്ലിംഗ്, വളരെയധികം ബോയിൽ ചെയ്തിട്ട് ബബിൾ ചെയ്തിട്ട് മിക്സിങ് ടെസ്റ്റിങ്ങും ഒക്കെ നടത്തിയിട്ട് മൈ ഇൻവെൻറ്റിംഗ് റൂം, എവിടെയിരുന്നാണ് എൻ്റെ ഇൻവെൻറ്റിംഗ് റൂമിൽ ഇരുന്നുകൊണ്ട് മിക്സിങ്ങും ഒക്കെ നടത്തി. എന്തൊക്കെ നടത്തിയത്? ബബ്ലിങ്, ബോയിലിംഗ്, മിക്സിങ്, ടെസ്റ്റിങ്, അതെല്ലാം നടത്തി. ചൂടുപിടിപ്പിച്ച് തിളപ്പിച്ചു, ബബിൾ ചെയ്യിച്ചു, മിക്സ് ചെയ്തു, അങ്ങനെ പല രീതിയിലൊക്കെ ചെയ്തിട്ട് എവിടെ നിന്നാണ്? ഇൻവെൻറ്റിംഗ് റൂമിൽ നിന്ന് ചെയ്തു. I produced one tiny cupful of oily black liquid. ഞാനൊരല്പം ഓയിലി ബ്ലാക്ക് ലിക്വിഡ് ഉണ്ട്, കറുത്ത എണ്ണ പോലുള്ളൊരു ലിക്വിഡ് എനിക്ക് കിട്ടിയ അവസാനം. ആൻഡ് ഗേവ് 4 drops to a brave 21-year-old Oompa Loompa. I produced one tiny cupful of oily black liquid. അങ്ങനെ ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത ഒരു ചെറിയ കപ്പിലുള്ള ഓയിലി ഓയിൽ പോലെ കറുത്ത ദ്രാവകം, അതിൻ്റെ 1-2 തുള്ളി, 4 drops, 4 drop ടു എ ബ്രേവ് 20-year-old Oompa Loompa. 20 വയസ്സുള്ള ഊമ്പാ ലൂമ്പയ്ക്ക് കൊടുത്തു. എന്താണ് ഈ ഊമ്പാ ലൂമ്പ? എ ഷോർട്ട് പേഴ്സൺ, കൊച്ചു മനുഷ്യൻ, അല്ലെങ്കിൽ ഒരു കുള്ളൻ. അയാളൊരു വോളണ്ടിയറാണ്. ടു സീ വാട്ട് ഹാപ്പൻ, എന്താ സംഭവിക്കുന്നത് അറിയാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ പൊക്കം കുറഞ്ഞ ഈ വ്യക്തിക്ക് കൊടുത്തു. വാട്ട് ഡിഡ് ഹാപ്പൻ? ചാർലി ചോദിച്ചു, എന്താ പറ്റി? ഇറ്റ് വാസ് ഫാന്റാസ്റ്റിക്, അത് അത്ഭുതകരമായി പോയി കേട്ടോ. ക്രൈഡ് മാസ്റ്റർ വങ്ക പറഞ്ഞു. ദി മൊമെൻ്റ് ഹീ swallowed it, അയാളത് കുടിച്ച ഉടനെ ഹി ബിഗാൻ റിംഗ്ലിങ് ആൻഡ് ഷ്രിവലിങ് ഓൾ ഓവർ. ദേഹം മുഴുവൻ റിംഗ്ലിങ്, ജര ബാധിച്ചു. റിംഗ്ലിങ് ആൻഡ് ഷ്രിവലിങ് അപ്പ് ഓൾ ഓവർ. ആൻഡ് ഹിസ് ഹെയർ സ്റ്റാർട്ടഡ് ഡ്രോപ്പിംഗ് ഓഫ്, മുടിയൊക്കെ കൊഴിഞ്ഞുപോയി. ആൻഡ് ഹിസ് ടീത്ത് സ്റ്റാർട്ടഡ് ഫോളിങ് ഔട്ട്, പല്ലൊക്കെ കൊഴിഞ്ഞുപോയി. ടീത്ത് സ്റ്റാർട്ടഡ് ഫോളിങ് ഓഫ്,
പല്ലുകളൊക്കെ കൊഴിഞ്ഞു പോകാൻ തുടങ്ങി. ആൻഡ് ബിഫോർ ഐ ന്യൂ ഇറ്റ് ഹി ഹാഡ് സഡൻലി ബിക്കം ആൻ ഓൾഡ് ഫെലോ. ബിഫോർ ഐ ന്യൂ ഇറ്റ്, അറിയുന്നതിന് വളരെ പെട്ടെന്ന്, ഹി ഹാഡ് സഡൻലി ബിക്കം ആൻ ഓൾഡ് ഫെലോ, വളരെ പെട്ടെന്ന് അയാളൊരു പ്രായം ചെന്ന വ്യക്തിയായി. ഓഫ് 75, 75 വയസ്സ് പ്രായമായപ്പം. ആൻഡ് ദാസ് മൈ ഡിയർ കർലി ക്യൂ, അങ്ങനെ എൻ്റെ പ്രിയമുള്ള മൈ ഡിയർ ചാർലി വാസ് വിറ്റാവങ്ക് ഇൻവെൻറ്റഡ്. അങ്ങനെയാണ് ചാർലി ഞാൻ വിറ്റാവങ്ക് കണ്ടുപിടിച്ചത്. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.